ഉണ്ട് ഉസ്താദേ, പക്ഷെ മദീന ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവൂല അല്ലെ. ഇപ്പൊ ഏകദേശം ഉംറയ്ക്ക് പോകാനായിട്ട് 78,000, 85,000, ഒരു 90,000 രൂപയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എന്തായാലും നമുക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ കഴിയും. എന്തേ നമ്മുടെ കയ്യിൽ 85,000, 90,000, 75,000, 70,000 എടുക്കാനില്ലാന്നിട്ട് നമ്മൾ പോവാത്തെ? നമുക്ക് ഒരു 70,000 രൂപ നമ്മുടെ ജീവിത ചെലവിൽ നിന്നും മാറ്റി വെച്ചിട്ട് ഉംറ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇല്ലാന്നിട്ടാ? അതല്ല, അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകിയിട്ടില്ല, എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകിയിട്ടില്ല. ഞാൻ പല സ്ഥലത്തും പറയാറുള്ള ഒരു കാര്യമാണ്. ഏകദേശം ഒരു 6-7 മാസം 8 മാസം മുമ്പ് മലപ്പുറം ജില്ലയില് താനൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വഴന്നിന് പോകുമ്പോ എന്റെ കൂടെ ട്രെയിനിൽ ചെല്ലുന്ന ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ 22 കൊല്ലം ഞാന് സൗദി അറേബ്യയിൽ ജോലി ചെയ്തവനാ ഉസ്താദെ, 22 കൊല്ലം ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തവനാ. ആ 22 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു തവണ പോലും എനിക്ക് ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല ഉസ്താദെ, മദീനയുടെ ചാരെ പോയി സലാം പറയാൻ കഴിഞ്ഞില്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു, പിന്നീട് ഉംറ ചെയ്തോ? മദീന കണ്ടോ? ഉസ്താദെ 22 കൊല്ലത്തിന് ശേഷം ഞാൻ താനൂരിലേക്ക് കടന്നു വന്നു. പിന്നീട് ഒരു 4-5 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ആ മദീനയൊന്ന് കാണാൻ പോയത്, ഉംറ ചെയ്യാൻ പോയതെന്ന് ആ സാധുവായ സഹോദരൻ പറയുമ്പോ 22 അല്ല, 50 അല്ല, 100 അല്ല, ആയിരക്കണക്കാന വർഷത്തോളം മദീനയിലോ മക്കത്തോ സൗദി അറേബ്യയിലോ ജീവിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ ആ മദീന നമുക്ക് കാണാൻ കഴിയില്ല, മക്ക കാണാൻ കഴിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖ് വേണമെങ്കിൽ, ആ മദീന കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആവേശത്തോടെ സ്വലാത്ത് ചെല്ലണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഒറ്റ ഡിമാൻഡേ വെക്കുന്നുള്ളൂ. അൽഹംദുലില്ലാഹ് അങ്കടി മുഖറുകാരുമായിട്ട് ഏകദേശം ഒരു 2-2.5 കൊല്ലത്തോളം പരിചയമുണ്ട്. ആ പരിചയത്തുമേ ഞാൻ പറയാ ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ നബി തങ്ങളുടെ പേര് പറയുമ്പോ ആവേശത്തോടെ സ്വലാത്ത് ചെല്ലണം. നബി തങ്ങളുടെ പേര് പറയുമ്പോ, ഉസ്താദെ ഞാൻ സ്വലാത്ത് ചൊല്ലിയാൽ അപ്പുറത്തിരിക്കുന്നവൻ എന്നെ പറ്റി ഇന്നത് ചിന്തിക്കൂല ഉസ്താദെ, അതും ഇതും ഒന്നും വേണ്ട. ഇവിടെ ഇരിക്കുന്ന ഒരു 1.5-2 മണിക്കൂർ അല്ലെ 2-3 മണിക്കൂർ എത്ര ആയിക്കോട്ടെ, ആ സമയം മുഴുവനും നബി തങ്ങളുടെ പേര് പറയുമ്പോ ആവേശത്തോടെ സ്വലാത്ത് എല്ലാം കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വലാത്ത് ചൊല്ലാനുള്ള നാവ് അള്ളാഹു നമുക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ചൊല്ലൂലേ? ഉറപ്പാണോ? ഇൻഷാ അല്ലാഹ്. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞു 85 വീടേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ആവേശം എന്ത് ചെയ്യണം? തീരുന്നത് വരണ്ട. ഇനി ഇടയ്ക്ക് എണ്ണീച്ച് പോകരുത് അല്ലെ. ഇനി ചിലപ്പോ ഇതൊരു ഇടുങ്ങിയ സ്ഥലമാകുന്നതുകൊണ്ട് ശബ്ദം ചിലപ്പോൾ നിങ്ങൾക്ക് ചെവിയിൽ ചിലപ്പോ ഇവിടെ നിറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. കാരണം ഇതൊരു ഇടുങ്ങിയ സ്ഥലമാണ്. അപ്പൊ ശബ്ദം അൽഹംദുലില്ലാഹ് കേൾക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ സഹിച്ചിരിക്കുക. ഏകദേശം ഒരു 3-4 ദിവസമേ നമ്മുടെ ഇവിടെ വഅദിന്റെ പരിപാടിയുള്ളൂ. അപ്പൊ 3 ദിവസം അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടു കൂടി ഇരിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി മുഹമ്മദ് മുസ്തഫ, ജീവിതത്തിൽ ഒരിക്കലും പോലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് ആയിരക്കണക്കാന സ്വലാത്തുകൾ ഉണ്ടല്ലോ, ഒഴുക്കണ്ടതാ, പരത്തണ്ടതാ, എന്നാൽ സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. അതുകൊണ്ട് മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാ, അസ്രായീൽ എങ്ങാനെ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ, ഇന്നത്തെ ദിവസം എങ്ങാനെ മരിച്ചു പോയാൽ ഒരു നന്മ ചെയ്തുകൊണ്ട് മരിക്കാൻ കഴിയേണ്ടതാ, വിട പറയാൻ കഴിയേണ്ടതാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറഞ്ഞല്ലോ, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അറിവ് പറയുന്ന വേദിയുണ്ടല്ലോ, വഅദ് പറയുന്ന വേദിയുണ്ടല്ലോ, ഇൽമു പറയുന്ന വേദിയുണ്ടല്ലോ, ദർസ് നടത്തുന്ന വേദിയുണ്ടല്ലോ, ഖുർആൻ ഓതുന്ന വേദിയുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് റൗളത്തും മിൻ റിയാദിൽ ജന്ന.
അത് സ്വർഗത്തിന്റെ വേദിയാണെന്ന് പറയുമ്പോ നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ള അങ്കടി മുകറുകാരെ, ആവേശത്തോടെ റസൂലുള്ളാഹിയുടെ പേരില് ഇഖ്ലാസോടെ അതബോടെ തഖ്വയോടെ ആയിരക്കണക്കാന സ്വലാത്തുകളുണ്ടല്ലോ, ചൊല്ലേണ്ടതാ, പരത്തേണ്ടതാ. നാദാ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, നിറഞ്ഞിരിക്കുന്ന പാവങ്ങളാ, ഒരുപാട് തിന്മ ചെയ്തവരോ, ഒരുപാട് പാപങ്ങൾ ചെയ്തവരോ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ നാദാ, പൊറുക്കണേ തമ്പുരാനേ. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പാപങ്ങൾ മുഴുവനും പൊറുപ്പിച്ചെടുത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇറങ്ങാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പാപം ചെയ്തവരാ, എല്ലാവരും പാപം ചെയ്തവരാ, എല്ലാവരും തിന്മ ചെയ്തവരാ. പക്ഷേ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ മുഴുവനും പൊറുപ്പിച്ചെടുത്തുകൊണ്ട് ഇറങ്ങാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ അങ്കടി മുഖം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം അവർക്ക് വേണ്ടി കരയും? നമ്മൾ എത്ര ദിവസം അവർക്ക് വേണ്ടി കരയും? മഹാനാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന്, നമ്മുടെ മഹലിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ അവർക്ക് വേണ്ടി കരയാൻ പാടില്ല. 3 ദിവസത്തിൽ കൂടുതൽ അവർക്ക് വേണ്ടി കരയാൻ പാടില്ല. ഒരിക്കലും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഒരിക്കല് മുത്തു നബിയുടെ വഫാത്തിന് ശേഷം മദീനയുടെ ചാരത്തിരുന്നു കൊണ്ട് കരയാ, മദീനയുടെ ചാരത്തിരുന്നു കൊണ്ട് കരയാ. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലം തങ്ങള് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കർ തങ്ങളെ, മുത്ത് നബി അല്ലേ പറഞ്ഞത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ കരയാൻ പാടില്ല, 3 ദിവസത്തിൽ കൂടുതൽ കരയാൻ പാടില്ല. ഞാൻ പറയാ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഭാര്യ മരിക്കുമ്പോ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവ് മരിക്കുമ്പോ നമ്മൾ ഒരിക്കലും കരയാൻ പാടില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി റബ്ബേ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരയാനുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും വേണം. ഞാൻ ചോദിക്കട്ടെ, ഈ അങ്കടി മുഗർ കമ്പാർ എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പാ. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, മനസ്സിലാവണ്ട. ഓക്കെ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഒന്നും കൂടി ചോദിക്കാം, അങ്കടി മുഗർ കമ്പാർ എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾ വിവാഹം ചെയ്ത, നിക്കാഹ് ചെയ്ത ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പാ. ഇപ്പോഴും ചില ആളുകളൊക്കെ നോക്കുക, ഹക്കീം പൊക്കിയ ഉസ്താദെ എന്നാ ഞാൻ പൊക്ക, ഓം പൊക്കിയ ഉസ്താദെ ഞാൻ പൊക്ക. അങ്ങനാണെങ്കിൽ കാര്യമുണ്ടോ? അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാനിവിടെ നമ്മുടെ ഈ കർണാടകയിൽ പുഞ്ചാലക്കെട്ട് അങ്ങനെ സ്ഥലമുണ്ട്, കബൊക്ക പുഞ്ചാലക്കെട്ട്. അവിടെ ഒരു ഈ അടുക്കസ്ഥരുടെ ഉറൂസിന്റെ സമയത്ത് 1 മാസം റജബ് മാസത്തിന് ഞാൻ അവിടെ ഒരു വയലിന് പോയി. അപ്പൊ കർണാടകയാണ്, കബൊക്കയാണ്. ഏകദേശം മലയാളമൊക്കെ ചില ആളുകൾക്ക് തിരിയും. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പുഞ്ചാലക്കട്ടയിൽ ലഭിച്ച ഭാര്യയെ നാളെ സ്വർഗത്തിൽ വേണ്ടവര് കൈവക്കാൻ പറഞ്ഞു. ആരും പൊക്കിയില്ല, ഒരാളും പൊക്കിയില്ല, പള്ളിയുടെ സെക്രട്ടറി പോലും പൊക്കിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെയും ചോദിച്ചു, കർണാടകയിലെ കബക്കയിലെ പുഞ്ചാലക്കട്ടയിൽ നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ സ്വർഗത്തിൽ വേണ്ടവര് കൈവക്കാൻ. അപ്പോഴും ആരും കൈവക്കിയില്ല. ഞാൻ 3ാമത് ആംഗ്യത്തിലൊക്കെ കാണിച്ചു കൊടുത്തു, കർണാടകയിലെ കബക്കയിലെ പുഞ്ചാലക്കട്ടയില് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരെ കൈവക്കാൻ. അപ്പോഴും ആരും പൊക്കണില്ല. അപ്പൊ പുറയുന്ന ഒരു ചങ്ങാതി വന്നിട്ട് പറയാ, പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ കമ്മിറ്റിക്കാരാരണ്ട ഉസ്താദെ, ഇവിടെയോ സമാധാനമില്ല, ഇനി അവിടെ എന്തിനാ ഉസ്താദെ? അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, ചില ആളുകൾക്ക് ഭാര്യ മരിച്ചു എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷ, ചില ആളുകൾക്ക് ഭർത്താവ് മരിച്ചു എന്ന് പറയുമ്പോ
ഭയങ്കര സന്തോഷ. ഞാൻ പറയാ, ആര് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാലും നമ്മൾ ഒരു കാരണവശാൽ കരയാൻ പാടില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. 3 ദിവസത്തിൽ കൂടുതൽ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അനുശോചനം രേഖപ്പെടുത്താൻ പാടില്ല. ഞാൻ ഈ കൈ പൊക്കാൻ പറഞ്ഞ വേറെ ഒന്നല്ല. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരാം. ഒരു ദിക്ർ അവസാനം വരെ, ഒരു ഇൻഷാ അല്ലാഹ് ഒരു 11:30 വരെ ഇരുന്ന് എന്ത് ചെയ്യാം, ഒരു ദിക്ർ പറഞ്ഞു തരാം. ഇവിടെ ലഭിച്ച ഭാര്യ നാളെ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ചില ആളുകൾ പറയും, ഉസ്താദ് എന്നാൽ ഞങ്ങൾ ഇരിക്കണില്ല. അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഈ കൂട്ടത്തിൽ ചിലപ്പോ ഞാൻ ഈ കാര്യം പറയുമ്പോൾ ആദ്യമേ കൈവൊക്കെ ചിലപ്പോ പെണ്ണ് കെട്ടാത്തവന്മാരായിരിക്കും. കാരണം എന്തേ? അമ്മർക്ക് അതിന്റെ വേദന അറിയില്ല. അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് 3 ദിവസത്തിൽ കൂടുതൽ ഒരാള് വിട പറഞ്ഞു പോയാൽ അവർക്ക് വേണ്ടി നമ്മൾ കരയാൻ പാടില്ല. അബൂബക്കർ തങ്ങൾ 3 ദിവസത്തിൽ കൂടുതൽ മുത്തുനബി തങ്ങൾ വഫാത്തായപ്പോ കരഞ്ഞു. മുത്തുനബി തങ്ങൾ വഫാത്തായപ്പോ കരഞ്ഞു. സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കർ തങ്ങളെ, നിങ്ങളല്ലേ പറഞ്ഞത്, മുത്തുനബിയല്ലേ പറഞ്ഞത് 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾക്ക് വേണ്ടി കരയാൻ പാടില്ലെന്ന്? നിങ്ങൾ 3 ദിവസത്തിൽ കൂടുതൽ കരയുകയാണല്ലോ. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ശരിയാ, എനിക്ക് തെറ്റുപറ്റി. 3 ദിവസത്തിൽ കൂടുതൽ ഞാൻ മുത്തുനബി വിട പറഞ്ഞതിന്റെ പേരിൽ കരഞ്ഞു. അപ്പൊ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ ചാരത്ത് നിന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ എണ്ണീച്ച് എന്നിട്ട് പറഞ്ഞു, എല്ലാവരും എണ്ണീക്കണം സഹാബ, നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകണം, നിങ്ങൾ ജോലിക്ക് പോകണം, നിങ്ങൾ പണിക്ക് പോകണം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബം പോറ്റണമെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ സമയത്ത് സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ അബൂബക്കർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കർ തങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങയുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും നന്മകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? മുത്തുനബി തങ്ങള് അബൂബക്കർ തങ്ങളെ അങ്ങയുടെ ജീവിതത്തിൽ പറഞ്ഞു തന്ന എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വഫാത്താകുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 4 കാര്യങ്ങൾ ഏതാ? ആ 4 കാര്യങ്ങൾ ആശിഖ്ദാരിയുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും പഠിക്കാനുള്ള കാര്യമാണ്. ഞാൻ പറയാ, ഈ വഅല് എനിക്കും നന്നാകണം, നിങ്ങൾക്കും നന്നാകണം. ഈ വഅല് എനിക്കും നന്നാകണം, നിങ്ങൾക്കും നന്നാകണം. ഞാൻ ഒരു കുറച്ചു മാസം മുമ്പ് കർണാടകയിൽ ആത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വഅലിന് പോയപ്പോ അവിടെ ഉദ്ഘാടനം നടത്തിയ ഒരു തങ്ങള് എന്നോട് ചോദിച്ചത്, ആശിഖേ, ഈ സ്റ്റേജിൽ വെച്ചിരിക്കുന്ന ഈ 2 മോണിറ്റർ, ഈ ഒരു സ്പീക്കർ മോണിറ്റർ എന്തിനു വെച്ചിരിക്കുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രസംഗിക്കുന്ന ആൾക്ക് തിരിച്ച് ശബ്ദം അടിക്കാനാ ഈ സ്പീക്കർ വെച്ചിരിക്കണേ. തങ്ങൾ പറഞ്ഞു, അല്ല, അതിനല്ല. ഞാൻ ചോദിച്ചു, പിന്നെന്തിനാ? എടാ, നീ ഇവിടെ കിടന്ന് തൊണ്ടയിട്ട് വഴന്നു പറയുമ്പോ നാട്ടുകാർ മുഴുവൻ ആ സ്പീക്കറിൽ കൂടെ നന്നാകുമ്പോ, എടാ നിനക്കും കൂടി നന്നാകാൻ സ്പീക്കർ വെച്ചിരിക്കണം എന്നാ പറയണേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു നമുക്ക് നന്നാകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ 4 കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞ 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് പഠിച്ച് നമുക്ക് വിട പറയണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട 4 കാര്യങ്ങളുണ്ടല്ലോ. ഏതെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലം തങ്ങളുണ്ടല്ലോ, ആയിരക്കണക്കാന സഹാബത്തിനോട് ചോദിക്കുമ്പോ അബൂബക്കർ തങ്ങളതാ പറയുകയാ, സഹാബാ, ഒന്നാമത്തേതാ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, അദ്ദുആ അഖിബസ്വലാ. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ എപ്പോഴാ ചെറുപ്പക്കാരോ, എപ്പോഴാ പ്രിയമുള്ള പെങ്ങളെ ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ടതെന്നറിയോ? അബൂബക്കർ തങ്ങൾ പറയുകയാ, ഓർമ്മപ്പെടുത്തുകയാ, അഖിബസ്വലാ. നമസ്കാരത്തിന് ശേഷമുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ്
അവരുടെ ദുആക്ക് പ്രതിഫലമുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രതിസന്ധിയുള്ളവരെ, കടങ്ങളുള്ളവരെ, വേദനയുള്ളവരെ, നൊമ്പരമുള്ളവരെ, യാതനയുള്ളവരെ, മക്കളില്ലാത്തവരെ, ഉസ്താദേ 5 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, 7 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, മക്കളില്ല. ഉസ്താദേ 10 കൊല്ലമായി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നു, സ്വന്തമായിട്ട് ഭവനമില്ലോ, സ്വന്തമായിട്ട് വീടില്ല. ദുആ ചെയ്യാൻ പറയുന്നവരോട് പറയുകയാ, റസൂലുള്ള പറയുകയാ, റസൂലുള്ള ഓർമ്മപ്പെടുത്തുകയാ, അദ്ദുആ അഖിബസ്സലാ, നമസ്കാരത്തിന് ശേഷമുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആക്കല്ല പ്രിയമുള്ളവരെ പ്രതിഫലമുണ്ടെന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറയുമ്പോ, കടങ്ങളുള്ളവരെ, രോഗമുള്ളവരെ, ക്യാൻസർ ഉള്ളവരെ, ബ്രെയിൻ ട്യൂമർ ഉള്ളവരെ, മൈഗ്രെയിൻ ഉള്ളവരെ, കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ലാത്തവരെ, ബിസിനസ്സിൽ ബറക്കത്തില്ലാത്തവരെ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ പറയുകയാ, ദുആ ചെയ്തോ, ദുആ ചെയ്തോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ ഉറങ്ങാൻ പാടില്ല, പാടില്ല. പടച്ചവന്റെ പള്ളിയിലേക്ക് കടന്നു വരേണ്ടതാ, പടച്ചവനെ വളുവെടുക്കേണ്ടതാ, എന്നിട്ടതാ പള്ളിയിലേക്ക് കടന്നു വരേണ്ടതാ. ഇമാമായിട്ട് ജമാഅത്തായിട്ട് എന്റെ പ്രിയമുള്ളവരെ നമസ്കരിക്കേണ്ടതാ. നമസ്കാരത്തിന് ശേഷമുണ്ടല്ലോ പൊടിയും തട്ടി പോയാൽ പോര ചെറുപ്പക്കാരാ, അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ടതാ. റബ്ബേ നീയല്ലാതെ വേറെ ഒരാളുമില്ല റബ്ബേ, നീയല്ലാതെ വേറെ ഒരാളുമില്ല റബ്ബേ. പ്രതിസന്ധിയാ പടച്ചവനെ, കച്ചവടത്തിൽ ബറക്കത്തില്ല, ബറക്കത്ത് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അദ്ദുആ അഖിബസ്സലാഹ്, നമസ്കാരത്തിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിന് ശേഷമുള്ള ദുആ, അദ്ദുആഉ അഖിബസ്സലാ, നിസ്കാരത്തിന് ശേഷമുള്ള ദുആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരണമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേരുണ്ട് ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുന്ന എത്ര പേരാണല്ലേ? നമ്മളില് ഉസ്താദ് ദുആ ഇറക്കുമ്പോ, ഇവിടെ ബദർ മൗലിദ് നടക്കുമ്പോ ഉസ്താദ് എങ്ങാനും മലയാളത്തിൽ ദുആ എന്ന് തുടങ്ങിയ ചില ചങ്ങാതിമാര് പുറത്ത് ചോറിലേക്കാൻ നോക്കല്ലേ, റബ്ബേ ഈ ചങ്ങാതി എപ്പോഴാ നിർത്താ, എപ്പോഴാ നിർത്താ എന്ന് ഇങ്ങനെ നമ്മൾ നോക്കും. പാടുണ്ടോ? പാടില്ല. നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ മനസ്സറിഞ്ഞു കൊണ്ട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, കടങ്ങളില്ലാത്തവരാരാ? വേദനയില്ലാത്തവരാരാ? വിഷമമില്ലാത്തവരാരാ? സങ്കടമില്ലാത്തവരാരാ? ഞാൻ പറയാ, ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ല. ബിസിനസ്സിൽ തകർച്ച, കുടുംബജീവിതത്തിൽ ബറക്കത്തില്ല, 10 കൊല്ലമായി മക്കളില്ല, സ്വന്തമായി ഭവനമില്ല, കച്ചവടത്തിൽ റാഹത്തില്ല.
ഒരിക്കലും കരയാൻ പാടില്ല. കരയേണ്ടത് ആരുടെ മുമ്പിലാ? റബ്ബിന്റെ മുമ്പിലാ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എല്ലാ സങ്കടങ്ങൾക്കും ശേഷം ഒരു സന്തോഷമുണ്ട്. എല്ലാ സങ്കടങ്ങൾക്കും ശേഷം ഒരു സന്തോഷമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യൽ, അത് മുത്തുനബി ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ നന്മയാണെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ദുആ പറഞ്ഞു തരാം. ഒരു ദുആ പറഞ്ഞു തരാം. മക്കളില്ലാത്തവർക്ക്, കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ലാത്തവർക്ക് ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പാ. ആരെങ്കിലും ഉണ്ടോ? ഒന്നേ പൊക്കിക്കോ. ഞാൻ കഴിഞ്ഞ വർഷം കാസർഗോഡ് ഒരു സ്ഥലത്ത് നിന്നിട്ട് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവർ കൈവക്കാൻ. അതിൽ 90% പൊക്കിയത് പെണ്ണ് കെട്ടിയവരാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ? ഇപ്പൊ എന്നോട് ഒരു ഉമ്മ കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകന് രാത്രി 2 മണിയാകുമ്പോൾ 12:30 മണി 1 മണിയാകുമ്പോൾ ഉസ്താദെ വീട്ടിൽ കയറുന്നേ, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവൻ എങ്ങനെയെങ്കിലും രാത്രി 10 മണിക്ക് വീട്ടിൽ കയറണം. ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഇവൻ എങ്ങനെയെങ്കിലും പെണ്ണ് കെട്ടിക്കണം. ഉസ്താദേ അങ്ങനെ പെണ്ണൊക്കെ കെട്ടി ഉസ്താദേ. ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇവൻ എത്ര മണിക്കാ കയറുന്നേ? ഉസ്താദെ കല്യാണം കഴിയുന്നതിന് മുമ്പ് വീട്ടിൽ കയറിയത് 10-11 മണിക്കാ. ഞാൻ ഇപ്പോഴോ കല്യാണത്തിന് ശേഷം കയറുന്നത് 2 മണിക്കും 3 മണിക്കാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഭാര്യമാരെ വേണ്ടവര്, നല്ല ഭർത്താക്കന്മാരെ വേണ്ടവര്, മക്കളില്ലാത്തവര് ഏത് ദുആ ചെല്ലേണ്ടത്? മക്കളില്ലാത്തവര് ഏത് ദുആയാ ചെല്ലേണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു യദാ പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവന്റെ ജീവിതത്തില്, അവന്റെ മക്കളില്, അവന്റെ ദാമ്പത്തിക ജീവിതത്തില് അല്ലാഹു ബറക്കത്ത് തരുന്നതാ, സന്തോഷം തരുന്നതാ. എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അതാ പറയണേ, ഓരോ ദുആക്കും ഓരോ മഹത്വമുണ്ട്, ഓരോ പ്രതിഫലമുണ്ട്. അതുകൊണ്ടാ പറയുന്നത് അദ്ദുആഉ അഖിബസ് സ്വലാ. നിസ്കാരത്തിന് ശേഷം ആരാണോ ദുആ ചെയ്യുന്നത് അത് മുത്തുനബി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ നന്മയാണ്. ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണില്ല. എന്താ പറയണേ? ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ ദുആ സ്വീകരിക്കാത്തെ? നമ്മുടെ ദുആ എന്തുകൊണ്ടാ സ്വീകരിക്കാതെ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ വെള്ള വസ്ത്രം ഇട്ട് ദുആ ചെയ്തവരുണ്ടോ? അല്ലെ? നമ്മുടെ വിചാരം വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഖത്തീബിന്, അല്ലെ കഫം പടവ മയ്യത്തിനാണ് ഉസ്താദെ വെള്ള വസ്ത്രം കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഹജ്ജ് ഉംറയും ചെയ്ത ഖബറിലേക്ക് കാലും നീട്ടിരിക്കുന്ന കുറച്ച് വാപ്പന്മാരുണ്ടല്ലോ ഉസ്താദെ, ഓർക്കാണ് ഈ വെള്ള വസ്ത്രം നമ്മൾ പറയാറുണ്ട്. അല്ല അല്ല, മുത്തുനബി പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന. എന്താ? ആരെങ്കിലും ഒരാൾ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു വെള്ളിയാഴ്ച വന്ന നമ്മൾ പള്ളിയിൽ നേരത്തെ പോകാറുണ്ടോ? ബാക്കിയുള്ള നിസ്കാരമൊക്കെ പോട്ടെ, ഒരു വെള്ളിയാഴ്ച ദിവസം വന്ന നമ്മുടെ കച്ചവടവും നമ്മുടെ ബാക്കിയുള്ള ജീവിതത്തിന്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ നേരത്തെ പോകാറുണ്ടോ? ഉണ്ടോ? ചില ആളുകളുണ്ട്, പള്ളിയിൽ രാവിലെ വരും, എന്നിട്ട് ഒരു ടവല് വിരിച്ചിടും, റിസർവ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? നേരെ കാസർഗോഡും ബേക്കലും കാലങ്ങാടും മൊത്തം ഒന്ന് കറങ്ങിയിട്ട് എന്ത് ചെയ്യും? പള്ളിയിൽ ഉസ്താദ് മിമ്പറിൽ കയറി നിന്നിട്ട് അല്ലെ മിഹ്റാബിൽ കയറി നിന്നിട്ട് ദുആ ചെയ്യുന്ന ഖുതുബയുടെ അവസാന സമയമാകുമ്പോ ഈ ചങ്ങാതി മറ്റേ ഒട്ടകം ഇങ്ങനെ കവച്ച് വെച്ച് വരണത് പോലെ ഓരോ സഫും ഇങ്ങനെ കവച്ച് വെച്ചോ രാവിലെ ഇട്ട ടവലിന്റെ അവിടെ വരിക. അതിൽ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഞാൻ പറയാ, നമ്മൾ പള്ളിയിൽ പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ചു പോകണം. നമ്മൾ ദുആ ചെയ്യുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു. കല്യാണത്തിന് പോകുമ്പോ നല്ല വസ്ത്രം,
കല്യാണം ആലോചിക്കാൻ പോകുമ്പോ നല്ല വസ്ത്രം, മരിപ്പിന് പോലും പോകുമ്പോ റോയൽ മിറേജിന്റെ അത്തറടിച്ചിട്ട് സ്പ്രേ അടിച്ചിട്ട് നമ്മൾ പോകും. പക്ഷേ അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാനും ദുആ ചെയ്യാൻ പോകുമ്പോ കീറിയ ഷർട്ട്, കൈ ചുളുങ്ങിയ ഷർട്ട്, തേക്കാത്ത ഷർട്ട്, ഇതൊക്കെ ഇങ്ങനെ കാട്ടി. കാരണം എന്താ, പള്ളിയിൽ ഉസ്താദ് എങ്ങാനും നല്ല വസ്ത്രമാണ് നമ്മൾ ഇട്ടോണ്ട് വരുന്നതെന്ന് എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉസ്താദ് പോക്കറ്റിൽ നിന്ന് പള്ളിക്ക് പൈസ പിരിയും. നമ്മൾ പാവപ്പെട്ടവനാ അത്താണിയാന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് ചോദിക്കൂല എന്ന നെയ്യത്താ നമ്മുടെ മനസ്സിൽ. അള്ളാഹു കാത്തിരിക്കട്ടെ. നല്ല വസ്ത്രം, മുനാജാത്ത്, നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സംസാരം. ആ സംസാരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കണം. ഞാന് നമ്മുടെ ഇപ്പൊ ഒരു 1.5 കൊല്ലമായിട്ടുണ്ടാവും വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട്, അല്ലെ, കഴിഞ്ഞിട്ട് ഞാൻ ഈ വേൾഡ് കപ്പിന്റെ അന്ന് ഈ കൊയിലാണ്ടി ഭാഗത്ത് ഒരു സ്ഥലത്ത് വയലിന് വന്നപ്പോൾ ഞാനും ഉണ്ട്, എന്റെ വണ്ടി ഓടിക്കണ ചങ്ങാതി ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടിയിട്ട് ആ മലപ്പുറം ഭാഗത്ത് ഒരു പള്ളിയിൽ, റോഡ് സൈഡ് ഒരു പള്ളിയിൽ ഞങ്ങൾ നിസ്കരിക്കാൻ കയറുമ്പോ ഞങ്ങൾ 2ാമത്തെ സഫിലാ കയറി ചെല്ലുന്നത്. 2ാമത്തെ സഫിൽ ഇങ്ങനെ നോക്കുമ്പോ പടച്ചവനെ 3 ശൈഖ്നമാര് നിസ്കരിക്കാരപ്പ. ശൈഖ്ന എംബാപ്പെ, ശൈഖ്ന റൊണാൾഡോ, ശൈഖ്ന മെസ്സി, 3 പേര് ഇങ്ങനെ നിസ്കരിക്കുക. അപ്പൊ ഞാൻ എന്റെ വണ്ടി ഓടിക്കുന്നവനോട് പറഞ്ഞു, എടാ ഇന്ന് വേൾഡ് കപ്പ് തീരുമല്ലേ, ചിലപ്പോ ഗോൾ അടിക്കാനുണ്ട്, സുജൂദ് ചെയ്യാൻ വന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഹരാ ആ നാട്ടിലെ 3 ചെറുപ്പക്കാര്, ഒരുത്തൻ മെസ്സി, ഒരുത്തൻ റൊണാൾഡോ, ഒരുത്തൻ എംബാപ്പെ, 3 പേരുടെ ബനിയൻ ഇട്ടിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരിക. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല വെള്ള വസ്ത്രം ധരിച്ചിട്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരണം. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോ ഒരു മഹാനവറുകളുടെ ഭാര്യ, കിടക്കപ്പായിൽ കിടന്ന ഭാര്യ എണ്ണീച്ചു നടന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. എന്താപ്പ, ഒരു മഹാനവറുകള് വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്തപ്പോ, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോ ആ മഹാനവറുകളുടെ ഭാര്യ എണ്ണീച്ചു നടന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പഠിക്കല്ലേ? ആരാ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളെന്റെ പ്രിയമുള്ളവരെ, മദീനയുടെ പള്ളിയിൽ ഇരിക്കുമ്പോ മസ്ജിദുൻ നബവിയിലുണ്ടല്ലോ ഒരാളതാ കരയുകയാ, സങ്കടപ്പെടുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്തേക്കാ ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വരികയാ. അബൂബക്കർ തങ്ങളുണ്ടല്ലോ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, എന്തിനാണ് മോനെ കരയുന്നത്, സങ്കടപ്പെടുന്നത് എന്തിനാണ് മോനെ? ആ സമയത്താ പ്രിയപ്പെട്ട സഹാബിയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങളോട് പറയുകയാ, തങ്ങളെ കല്യാണം കഴിഞ്ഞല്ലോ, 6 മാസമായപ്പോ എന്റെ ഭാര്യതാ വീഴുകയാ, നടക്കാൻ കഴിയുന്നില്ല, എന്റെ ഭാര്യക്ക് നടക്കാൻ കഴിയുന്നില്ല. കിടന്ന കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് എന്റെ ഭാര്യയുണ്ടല്ലോ മലമൂത്ര വിസർജനം നടത്തുകയാ, താങ്ങാൻ കഴിയുന്നില്ല. എന്റെ ഭാര്യയുണ്ടല്ലോ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാ, ആ കുഞ്ഞിനെ എടുക്കാൻ കഴിയുന്നില്ല, വളർത്താൻ കഴിയുന്നില്ല, താരാട്ടുപാടാൻ കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളതാ ചോദിക്കുകയാ, നിങ്ങൾ ദുആ ചെയ്തില്ലേ, നിങ്ങൾ പടച്ചവന്റെ നിറത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തില്ലേ? ആ സമയത്ത് ആ സഹാബിയുണ്ടല്ലോ പറയുകയാ, ദുആ ചെയ്തു, അബൂബക്കർ തങ്ങളെ ദുആക്ക് ബലമില്ല, പ്രതിഫലമില്ല, സ്വീകരിക്കുന്നില്ല. എന്റെ കല്യാണം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ വീണുപോയി, കിടന്ന കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുകയാ. എന്റെ ഭാര്യ ആ സമയത്ത് ഒരു കുട്ടിയെ പ്രസവിച്ചു, അവൾ എണ്ണീച്ച് നടക്കാൻ കഴിയണില്ല. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് അല്ലാഹു തന്നില്ലേ, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്നില്ലേ? ആ സമയത്ത് ആ സഹാബി പറഞ്ഞു, അബൂബക്കർ തങ്ങളെ ശരിയാ, ഒരുപാട് നിഅമത്തും സമ്പത്തും ഒക്കെ അല്ലാഹു എനിക്ക് തന്നു. നിങ്ങള് ഈ പള്ളിയിൽ വരുമ്പോ എന്തേ മുഷിന്ന വസ്ത്രം ധരിച്ചു കൊണ്ടുവരുന്നേ? നിങ്ങള് പള്ളിയിൽ വരുമ്പോ എന്തേ മുഷിന്ന വസ്ത്രം ധരിച്ചു കൊണ്ടുവരുന്നത് എന്തേ? നിങ്ങൾക്ക് നല്ല വസ്ത്രം ഒന്നുമില്ലേ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ പോയിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ആ ചെറുപ്പക്കാരനാകുന്ന സഹാബിയുണ്ടല്ലോ വീട്ടിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ മനോഹരമാകുന്ന വെള്ള വസ്ത്രമുണ്ടല്ലോ ധരിക്കുകയാ.
പടച്ചവന്റെ പള്ളിയിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ പടച്ചവനെ, എന്റെ ഭാര്യയുടെ രോഗത്തിന് ശമനം തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്നിട്ടതാ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ പടച്ചവനെ, വർഷങ്ങളായി കിടന്ന കിടക്കപ്പായില് കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എണ്ണീക്കുകയാ, എണ്ണീച്ചുകൊണ്ട് നടക്കുകയാ. ഭർത്താവ് നെട്ടിത്തിരിക്കുകയാ, ഭർത്താവ് അത്ഭുതപ്പെടുകയാ. അല്ലാഹുവേ, മദീനയുടെ പള്ളിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. അബൂബക്കർ തങ്ങളോട് ചോദിക്കുകയാ, അബൂബക്കർ തങ്ങളെ, അത്ഭുതമാ, എന്റെ ഭാര്യയുണ്ടല്ലോ, എണ്ണീച്ചു തങ്ങളെ, എന്റെ ഭാര്യ എണ്ണീച്ചു തങ്ങളെ. എന്റെ ഭാര്യയ്ക്ക് നടക്കാൻ കഴിയാതെ കിടന്ന കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനമുണ്ടല്ലോ നടത്തിയവളാ. അള്ളാന്റെ സവിധത്തിലേക്ക് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോ അല്ലാഹു പടച്ച തമ്പുരാൻ എന്റെ ദുആ സ്വീകരിച്ചെന്ന് പറയുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാ, അദ്ദുആ അഖിബസ്സലാ, നിസ്കാരത്തിന് ശേഷമുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നീ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോ നിന്റെ ദുആ സ്വീകരിച്ചു. നീ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോ നിന്റെ ദുആ സ്വീകരിച്ചു. അതാ പറയണേ, നമ്മൾ ദുആ ചെയ്യുമ്പോ എപ്പോഴും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പഠിക്കണം. പള്ളിയിൽ പോകുമ്പോ വെള്ള വസ്ത്രം ധരിക്കണം, പള്ളിയിൽ പോകുമ്പോ അത്തർ തേക്കണം. ഇപ്പോ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഒരു ളുഹറിന്റെ സമയം നിങ്ങൾ നിസ്കരിക്കാൻ വരിക, നിങ്ങൾ നിങ്ങളുടെ ഷർട്ടിലേക്ക് നോക്കണം, പടച്ചവനെ ചെറിയൊരു വിയർപ്പുണ്ട് പടച്ചവനെ, അല്ല എന്നെ നാറുന്നുണ്ടല്ലോ പടച്ചവനെ, ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് വൃത്തിയായിട്ട് പള്ളിയിലേക്ക് കടന്നു വരാം എന്നൊരു ബോധം എന്ത് ചെയ്യണം, എനിക്കും വേണം നിങ്ങൾക്കും വേണം. അപ്പൊ എന്ത് ചെയ്യാ, നല്ല വസ്ത്രം ധരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ. അപ്പൊ മുത്തുനബി ആദ്യമായി പറഞ്ഞു കൊടുത്തു, അദ്ദുആഉ അഖിബസ്സലാ, നിസ്കാരത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ദുആ ചെയ്യണമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെയ്യൂലേ? ചില ആളുകളുണ്ട് ഈ അടക്കത്തോട്ടത്തില് ഈ അടക്ക കുറയുമ്പോ ചില ആളുകൾ എന്ത് ചെയ്യും, പോയി ആത്മഹത്യ ചെയ്യുന്ന ചില ആളുകളുണ്ട് അല്ലെ. കൃഷി കുറയുമ്പോ, ലാഭം കുറയുമ്പോ, ബിസിനസ്സിൽ ബറക്കത്തില്ലാത്തപ്പോ ചില ചങ്ങാതിമാരുണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും പാടില്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല, നിങ്ങളുടെ കൂടെ അള്ളയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പോലും പറയുമ്പോ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ നീ സമാധാനം നൽകണേ അല്ലാ. കച്ചവടം ഇല്ല, ബറക്കത്തില്ല ഉസ്താദേ, പെരുന്നാളിന് കിട്ടേണ്ട കച്ചവടം പോലും കിട്ടിയില്ല ഉസ്താദേ, അല്ലെങ്കിൽ അതില്ല ഉസ്താദേ, ഇതില്ല ഉസ്താദേ എന്ന് പറയുന്ന ഒരുപാട് സാധുക്കള് ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, സങ്കടത്തോടു കൂടി പറയാ, ഒരിക്കലും കരയാൻ പാടില്ല. ഞാന് ഈ ഷൊർണൂർ ഭാഗത്തൊരു സ്ഥലത്ത് വഅദിന് പോയപ്പോ നമ്മുടെ ഈ പരപ്പനങ്ങാടി ഭാഗത്തെത്തിയപ്പോ ട്രെയിൻ പെട്ടെന്ന് നിർത്തി. അവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിൻ പെട്ടെന്ന് നിർത്തി. 2-3 പോലീസുകാരിങ്ങനെ എലുമ്പഴി പോണുണ്ട്. ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ, ഉസ്താദേ ഒരു പെൺകുട്ടി ട്രെയിനിന് തലവെച്ചു ഉസ്താദെ, ഒരു പെൺകുട്ടി ട്രെയിനിന് തലവെച്ചു ഉസ്താദെ, ചിതറിപ്പോയി ഉസ്താദെ. ചില ആളുകൾ അങ്ങനെ സങ്കടം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ പരിഹാര, കടം ആർക്കും വരാം, രോഗം ആർക്കും വരാം. ചെറിയൊരു ചുമ വന്നു, നമ്മൾ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോ ചിലപ്പോ അത് ക്യാൻസർ ആയിരിക്കാം. അല്ലാഹുവേ നീ ശമനം നൽകണേ അല്ലാ, കാത്ത് രക്ഷിക്കണേ അല്ലാ. ഞാൻ പറയാ, നമ്മൾ ഉണ്ടാക്കിയ പൈസയൊക്കെ ഒറ്റ ദിവസം മതി പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുക്കളെ. ഒറ്റ ദിവസം മതി. നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് 40 ലക്ഷം ഉണ്ടാവും, ബാങ്ക് ബാലൻസ് ചിലപ്പോൾ 10 ലക്ഷം ഉണ്ടാവും, ചിലപ്പോൾ 1 ലക്ഷം ഉണ്ടാവും, 50,000 ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കൂടപ്പറപ്പിങ്ങൾക്കോ ഏതെങ്കിലും ഒരു ചങ്ങാതിക്ക് ചെറിയൊരു അസുഖം വന്നാലും മതി,
ആ പൈസ മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് കളയാൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ വാപ്പയുടെ ജ്യേഷ്ഠന് ഈ സർക്കാർ ഉദ്യോഗസ്ഥൊക്കെ കഴിഞ്ഞിട്ട് PF ആ ഫണ്ട് ഈ ഫണ്ടൊക്കെ അക്കൗണ്ടിൽ ഇങ്ങനെ നിറച്ചിട്ട് വീട് പണി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം വീടിന്റെ മുകളിൽ രാവിലെ സുബൈ കഴിഞ്ഞിട്ട് വീടിന്റെ മുകളിൽ ഇങ്ങനെ നനച്ചതാ. പെട്ടെന്നൊന്ന് തല കറങ്ങി താഴത്തേക്ക് വീണു. തലയടിച്ചാ വീണത്. 45 ദിവസം മെഡിക്കൽ ടെസ്റ്റിൽ കിടന്നു. 38 ലക്ഷം റുപ്യ അവിടെ അടക്കേണ്ടി വന്നു. എന്നെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ പറഞ്ഞ, എടാ PF കിട്ടിയതും ഞാൻ ഇത്രയും നാളെ കഷ്ടപ്പെട്ട പൈസയൊക്കെ എടാ ഹോസ്പിറ്റലിൽ കൊടുത്തു, ഒന്നും ബാലൻസ് ഇല്ലെന്ന് പറയുമ്പോ ഞാൻ പറയാ, ചെറിയൊരു ചുമ വന്നാ മതി, ചെറിയൊരു ചുമ വന്നാ മതി. ഞാൻ എറണാകുളത്ത് പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്റെ പള്ളിയുടെ മുമ്പിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചങ്ങാതി ഉണ്ട്. പള്ളിയിൽ നിസ്കരിക്കാനൊന്നും കയറൂല, ഭയങ്കര ചിരിയ. 2 മക്കളാ. 26 വയസ്സുള്ള ഒരു പൊന്നുമോനുണ്ട്, 24 വയസ്സുള്ള ഒരു പൊന്നുമോളുണ്ട്. 2 പേർക്ക് ഓട്ടിസവ. അല്ലാഹുവേ ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഒരിക്കലും ഞാന് ജുമഅയ്ക്ക് കയറുന്നതിന് മുമ്പ് എന്റെ ഫോണിലേക്ക് പള്ളിയുടെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ, ഉസ്താദേ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ചിരിക്കുന്ന ആ ചങ്ങാതിക്ക് ഒരു ചുമ വന്നു ഉസ്താദേ. മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ട് ചെക്ക് ചെയ്യുമ്പോ ക്യാൻസറിന്റെ അവസാനത്തെ സ്റ്റേജാ ഉസ്താദേ, ദുആ ചെയ്യണം. നാട്ടുകാരെല്ലാവരും ഇറങ്ങി തിരിച്ചു, പാവപ്പെട്ട കുടുംബത്തിനെ സഹായിച്ചു. ഞാൻ 7 ദിവസം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. എന്റെ വീട്ടിൽ ഞാൻ രാത്രി 1 മണിക്ക് എവിടെയോ വയല് കഴിഞ്ഞ് വരുമ്പോ എന്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ, ഉസ്താദേ പള്ളിയുടെ സെക്രട്ടറിയാ, രാവിലെ പള്ളിയിലേക്കൊന്ന് വരണം, 8 മണിക്ക് പള്ളിയിലേക്കൊന്ന് വരണം. ഞാൻ ചോദിച്ചു എന്തേ? ഉസ്താദേ 7 ദിവസം മുമ്പ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഉറപ്പിച്ച സഹോദരൻ മരണപ്പെട്ടു പോയി ഉസ്താദേ. അത്രേ ഉള്ളൂ. ചെറിയൊരു ചുമ വന്നതാ, ചെറിയൊരു ചുമ വന്നതാ. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, ഞങ്ങളുടെ മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. കഴിഞ്ഞ ദിവസം മുസമ്മിൽ ഫൈസി ഇർഫാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഈ കണ്ണൂർ ജില്ലയിൽ വണ്ടി ഇടിച്ച് മരണപ്പെട്ടു പോയി. രാവിലെ ഭാര്യയുടെ ചാരത്ത് നിന്ന് അരമണിക്കൂറായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് വിട പറഞ്ഞു പോയിട്ട് ആ സാധുവാ ഉസ്താദ് എന്ന് ഖബറില്ല. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ജുനൈദ് ദാരിമി എന്ന് പറയുന്ന പണ്ഡിതൻ ഭാര്യയുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പെരുന്നാളിന്റെ ദിവസം സിയാറത്തിന് പോയതാ. തിരിച്ചു വന്നത് മയ്യത്തായിട്ട്. അല്ലാഹുവേ ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്‌ലിസാക്കല്ല റബ്ബേ, ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്‌ലിസാണെങ്കിൽ ഞങ്ങളുടെ തൗബയായി കബൂലാക്കണേ റബ്ബേ. ഞാൻ പറയാ, ഈ സൂക്ഷിച്ചിരിക്കണ പൈസയൊക്കെ ഖബറിൽ കൊണ്ടുപോവോ? ഇല്ല. കൊണ്ടുപോവോ? ഇല്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവനും ചെയ്തിട്ട് ഈ ദുനിയാവിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് വിട പറയാൻ കഴിയണം. അപ്പൊ ഞാൻ പറയാ, നിസ്കാരത്തിന് ശേഷം ആരാണോ ദുആ ചെയ്യുന്നത് അവർക്ക് അൽഹംദുലില്ലാഹ് ഇജാബത്തുണ്ട്. അത് മുത്തുനബി ഒന്നാമതായി അബൂബക്കർ തങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ കാര്യം. അപ്പൊ ദുആ ചെയ്യൂലേ? ദുആ ചെയ്യൂലേ? ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ് ചെയ്താ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ ചെയ്താ എനിക്ക് കൊള്ളാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, റമളാൻ മാസം കടന്നു വന്നു, ഈ റമളാനിൽ പോലും ദുആ ചെയ്യാതെ എണ്ണീച്ചു പോയി എത്ര പേരാ? റമളാനിൽ പോലും ദുആ ചെയ്യാതെ എണ്ണീച്ചു പോയി എത്ര പേരാ? പാടില്ല. ഞാൻ പറയാ, ഇന്നത്തെ ദിവസം നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചിറങ്ങാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ. രണ്ടാമത്തേതാ? രണ്ടാമത്തെ മാർഗമേതാ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട രണ്ടാമത്തെ അമലുണ്ടല്ലോ, ഏതെന്നറിയോ? ഏതെന്നറിയോ? അല്ലാഹുവിന്റെ തൃപ്തിയാണ് ചെറുപ്പക്കാരാ. ഇവിടെ നിറഞ്ഞിരിക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ള അങ്ങടി മുകളിലെ പെങ്ങളെ, നിങ്ങൾ നമസ്കരിക്കുന്നവരോ, നോമ്പ് പിടിക്കുന്നവരാ, സകാത്ത് കൊടുക്കുന്നവരാ, സദഖ കൊടുക്കുന്നവരാ, പള്ളിക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്നവരാ, എന്നാൽ അതൊന്നും പ്രഹസനമാകാൻ പാടില്ല, പാടില്ല. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, നമസ്കരിക്കുമ്പോ, നോമ്പ് പിടിക്കുമ്പോ, സകാത്ത് കൊടുക്കുമ്പോ, ഹജ്ജ് ചെയ്യുമ്പോ, ഉംറ ചെയ്യുമ്പോ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോ, അതൊന്നും എന്റെ പ്രിയമുള്ളവരെ ഒരാളെ കാണിക്കാൻ പാടില്ല.
അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, റമളാൻ മാസത്തിൽ നോമ്പെടുത്തവരാ, റമളാൻ മാസത്തിൽ ഖുർആൻ ഓതിയവരാ, അതൊന്നും മാറിയും കാണിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന്റെ തൃപ്തി. നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, സദഖ കൊടുക്കുന്നത്, നന്മ ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യണത്, ഉംറ ചെയ്യുന്നത്, ഉസ്താദന്മാരെ സ്നേഹിക്കുന്നത്, അതെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, റമളാൻ മാസത്തില് നമ്മളൊക്കെ കിറ്റ് കൊടുത്തവരാ. റമളാൻ മാസത്തിൽ നമ്മളൊക്കെ കിറ്റ് കൊടുത്തവരാ. ഞാൻ ചോദിക്കട്ടെ, ഈ കിറ്റ് വലത്തെ കൈ കൊടുത്തപ്പോ ഇടം കൈ അറിഞ്ഞോണ്ടല്ലേ നമ്മൾ കൊടുത്തേ? പള്ളിക്കമ്മറ്റ് കൊടുക്കണത് അല്ല ഏതെങ്കിലും ഒരു സംഘടനക്കാര് കൊടുക്കുന്നത് ഓക്കെ, അല്ല നമ്മൾ സ്വയം കൊടുക്കുമ്പോ ഈ കൊടുക്കുന്നത് വലം കൈ കൊടുക്കേണ്ടത് ഇടം കൈ അറിഞ്ഞോണ്ടല്ലേ നമ്മൾ കൊടുക്കണേ? അള്ളാഹു കാത്തിരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്താലും അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. പള്ളിയിലേക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഉസ്താദെ ഇന്റർലോക്ക് ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു 50 സ്ക്വയർ ഫീറ്റ് ഉസ്താദെ ഞാൻ കൊടുത്തേക്കാം എന്ന് നെയ്യത്ത് വെക്കുമ്പോ അത് ഒരിക്കലും നിങ്ങൾ വേറെ ഒന്നിനും ആകാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഹിദ്മത്ത് ചെയ്യുമ്പോ എന്തിനു വേണ്ടി ചെയ്യണ്ടേ? നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഈ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഹിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഈ ഭാര്യമാര് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്ത് എന്നാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഈ മദ്രസയുടെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലിരിക്കണ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ വിളമ്പുന്നതനുസരിച്ച് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ വിളമ്പുന്നതനുസരിച്ച് അവരുടെ പാപം പുറത്തു കൊടുക്കുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാളെ അങ്കടി മുഖർ ചില താത്തമാര് ഒരു ചെമ്പിൽ കൊണ്ടുവന്ന് ചോറ് ചിലപ്പോൾ വിളമ്പി തരും. നമ്മുടെ ഭർത്താക്കന്മാര് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഭാര്യമാര് കലത്തിൽ കൊണ്ട് തട്ടിത്തരും. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ ആമിന ഇത്രയും തട്ടിത്തരണേ? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. എന്താ പറയണേ? ഒരുപാട് തെറ്റ് ചെയ്തു പോയി. അതല്ലപ്പ പറയണേ. നമ്മൾ വിളമ്പുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അള്ളാഹു നമ്മുടെ പാപങ്ങള് നെയ്യത്ത് വെക്കുമ്പോ പുറത്തു വരും. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. ഇപ്പോ ഈ പള്ളിക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ ഈ ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തു. 2-2.5 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് നമ്മൾ ഷീറ്റ് ഇട്ടു. ഇതൊന്നും ഒരാളെയും കാണിക്കാനല്ല ഉസ്താദേ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഈ സദസ്സിൽ വന്നിരുന്ന എന്തിനാ? ഞാനിവിടെ വയല് പറഞ്ഞ എന്തിനാ? നിങ്ങൾ ഈ വയല് കേൾക്കണത് എന്തിനാ? പള്ളിക്കമ്മറ്റിക്കാര് റെസീറ്റ് കുറ്റിയെടുത്ത് ഇങ്ങനെ നിക്ക ഉസ്താദെ, പിരിക്കണ്ട ഉസ്താദെ, ഇന്റർലോക്ക് വെക്കണ്ട ഉസ്താദെ. ആ സാധുക്കൾ അതിനു വേണ്ടി ഓടി നടക്കണ എന്തിനാ? സ്വർഗത്തിന് വേണ്ടിയാ? പറ്റൂല. സ്വർഗത്തിന് വേണ്ടിയാ? പാടില്ല. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നിബിതങ്ങൾ അതാ പറയുകയാ, ഒരാൾ ഇബാദത്ത് ചെയ്താൽ, ഒരാൾ നമസ്കരിച്ചാൽ, ഒരാൾ സ്വതക്ക കൊടുത്താൽ, ഒരാൾ സകാത്ത് കൊടുത്താൽ, ഒരാൾ നന്മ ചെയ്താൽ അൽഹംദുലില്ലാഹ് അത് സ്വർഗത്തിന് വേണ്ടി ആകാൻ പാടില്ല. പാടില്ല. എന്തിനു വേണ്ടിയാ ചെയ്യേണ്ടത്? അത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാ. അത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാ. വഅ്ള് പറയുന്നത് സ്വർഗത്തിന് വേണ്ടിയാകാൻ പാടില്ല. നിസ്കരിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാകാൻ പാടില്ല. ഇബാദത്ത് ചെയ്യണത് സ്വർഗത്തിന് വേണ്ടിയാകാൻ പാടില്ല. പള്ളിക്ക് വേണ്ടി പൈസ കൊടുക്കണത് അത് സ്വർഗത്തിന് വേണ്ടിയാകാൻ പാടില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടിയാകണമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പറയാ, 1 രൂപയെങ്കിലും നമ്മുടെ ഈ അങ്കടി മുഖർ പള്ളിക്ക്, ഈ കമ്പാറ് പള്ളിക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അത് സ്വർഗത്തിലേക്കാകാൻ പാടില്ല, അള്ളാഹുവിന്റെ തൃപ്തിക്കാകണം. അതുവഴി സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബക്കറ്റ് ഇല്ല പ്രസിഡന്റ്? ബക്കറ്റില്ലേ? ബക്കറ്റില്ലാത്ത എന്ത് പിരിവ്? ബക്കറ്റില്ലേ? ഇവിടെ ബക്കറ്റില്ല. അവസാനം മുസാഫ പൈസ ഇല്ല. ഇൻഷാ അല്ലാഹ് അതായിക്കോട്ടെ.
ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ബക്കറ്റ് വരപ്പം എന്ത് ചെയ്യാ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പൊരുത്തത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു നല്ല സ്വതക്ക് ഇൻഷാ അല്ലാഹ് ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബക്കറ്റ് പോകൂലേ? ബക്കറ്റ് പോകൂലേ? ബക്കറ്റ് വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ മദ്രസയുടെ അകത്ത് എനിക്ക് അറിയത്തില്ല ആളുണ്ടോ ഇല്ല. ആളുണ്ടോ സാറേ? ആണോ? വോളണ്ടിയർമാരുണ്ടോ? അപ്പം വരും, നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പൊ എന്ത് ചെയ്യാ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്ത് ചെയ്യാ, എന്ത് ഇബാദത്ത് ചെയ്താലും അത് തൃപ്തിക്ക് വേണ്ടി പൊരുത്തത്തിന് വേണ്ടിയാകണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കല് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മലഞ്ചെരിവിലൂടെ ഇങ്ങനെ കടന്നു പോവാ. ഒരു മലയുടെ ചരിവിലൂടെ ഇങ്ങനെ കടന്നു പോവാ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ, ഒരു മലയുടെ ചരിവിലൂടെ കടന്നു പോകുകയാ. ഈസ നബി എന്റെ പ്രിയമുള്ളവരെ നോക്കുമ്പോ ശരീരം മെലിഞ്ഞിട്ടുള്ള കുറച്ചാളുകൾ എന്റെ പ്രിയമുള്ളവരെ ആ മലഞ്ചെരിവിലിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുകയാ, നമസ്കരിക്കുകയാ. ഈസ നബി അവരുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് ചോദിക്കുകയാ, എന്തിനാ നിസ്കരിക്കുന്നത്, എന്തിനാ ഇബാദത്ത് ചെയ്യുന്നത്? ഈസ നബിയോട് അവരെ പറയുകയാ, സ്വർഗം വേണം ഈസ നബിയേ, സ്വർഗം വേണം ഈസ നബിയേ. ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടിയാ. എന്താ പറയണേ? ഞങ്ങൾ ഇബാദത്ത് ചെയ്യണത് സ്വർഗത്തിന് വേണ്ടിയാ. ഈസ നബി ഒന്നും പറഞ്ഞില്ല, ഈസ നബി മിണ്ടിയില്ല. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനെ അവരുടെ ചാരത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോ കുറച്ചാളുകൾ അവിടെ നിന്നിട്ട് നിസ്കരിക്കാ. ഈസ നബിയുടെ ചാരത്തുണ്ടല്ലോ കുറച്ചാളുകൾ ഇബാദത്ത് ചെയ്യുകയാ. ഈസ നബി അതാ അവരോട് ചോദിക്കുകയാ, എന്തിനാ ഇബാദത്ത് ചെയ്യുന്നത്, എന്തിനാ നിസ്കരിക്കുന്നത്, എന്തിനാ സുജൂദ് ചെയ്യുന്നത്? ഈസ നബിയോട് അവരതാ പറയുകയാ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാ. ഈസ നബിയോട് രണ്ടാമത്തെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, ഞങ്ങൾ നിസ്കരിക്കുന്നത്, ഞങ്ങൾ നോമ്പെടുക്കുന്നത്, ഞങ്ങൾ എല്ലാ നന്മകളും ചെയ്യുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ. ഈസ നബി പറഞ്ഞു, നിങ്ങളാണ് നല്ല ആളുകൾ, നിങ്ങളാണ് ഔലിയാക്കളെന്ന് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ നമ്മൾ ചെയ്യുന്ന നന്മകൾ മുഴുവനും എന്തിനു വേണ്ടിയായിരിക്കണം? എന്തിനു വേണ്ടിയായിരിക്കണം? അൽഹംദുലില്ലാഹ്, അത് മുഴുവനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനും അള്ളാഹുവിന്റെ തൃപ്തിക്കും വേണ്ടിയാകണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഒന്ന്, മുത്തുനബി പറഞ്ഞു നിങ്ങൾ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണം. രണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വഅദ് കേൾക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. നിങ്ങൾ നന്മ ചെയ്യുന്നത് 1 രൂപയെങ്കിലും ഈ കമ്പാറ് പള്ളിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അതൊരിക്കലും സ്വർഗത്തിന് വേണ്ടിയാകാൻ പാടില്ല. അതെന്തിനു വേണ്ടിയായിരിക്കണം? അൽഹംദുലില്ലാഹ്, അത് മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ചെലവഴിക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ? അല്ല. ഇന്ന് പൈസ കിട്ടി എന്തും നമ്മൾ കാട്ടും. പൈസ കിട്ടിയാൽ നമ്മൾ എന്തും കാട്ടും. അള്ളാഹുവേ, പൈസയുടെ മുമ്പിൽ ദീൻ പോലും മറന്നു പോകുന്ന കാലഘട്ടം അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും പൈസയുടെ മുമ്പിൽ നമ്മളെ കണ്ണെന്ത് ചെയ്യാൻ പാടില്ല, മഞ്ഞളിക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, പൈസയുള്ളവർക്ക് മാത്രം മഹലിൽ പ്രത്യേക ഒരു പരിഗണന ഉണ്ടാവും. പൈസയുള്ള ഹാജിയാരാണെങ്കിലും ഓന്റെ കൈ പിടിച്ച് മുത്താൻ വരെ നാട്ടുകാർ ഇങ്ങനെ ക്യൂവാ. കാരണം എന്തേ? ഓന്റെ പൈസ ലക്ഷ്യം വെച്ചിട്ട് മാത്രം നടക്കണേ. പാടില്ല, പാടില്ല, പാടില്ല. പൈസയുള്ളവനും പൈസ ഇല്ലാത്തവനും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ ഒരേ സ്ഥാനമാണ്. അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാന് ഒരു ചരിത്രം പറഞ്ഞുതരാം കേട്ടോ. മാഷിത്ത ബീവിയുടെ വേദനിപ്പിക്കുന്ന ഒരു ചരിത്രം പറഞ്ഞുതരാം കേട്ടോ. ഈ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പൈസ ഒന്നുമല്ല വലുത്, പൈസ ഒന്നുമല്ല. ഇപ്പോ ചില ആളുകളുണ്ട്, എടാ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയോ, നിനക്ക് 1 കോടി തരാമെന്ന് പറഞ്ഞാ ആരാ പോകാത്തെ? ഈമാൻ ഇല്ലാത്തവരാണെങ്കിൽ പോകും, ഈമാൻ ഇല്ലാത്തവരാണെങ്കിൽ പോകും. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഞാൻ പറയാ, അള്ളാഹുവിന്റെ മുമ്പിൽ സർവരും സമവാ.
പൈസയുള്ളവനും പൈസ ഇല്ലാത്തവനും ബെൻസുള്ളവനും ഓട്ടോറിക്ഷ ഉള്ളവനും സൈക്കിൾ ഉള്ളവരും എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ സമമാ. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് മാഷിത്ത ബീവിയുടെ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിട പറയണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഒരു ഉപകാരം ചെയ്യോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ആ കസേര എടുത്തിട്ട് ഒന്ന് അടുത്തോട്ട് വരുമോ? എന്തായാലും തീരാനായി. ഒന്ന് എണ്ണീക്കൊപ്പ, ഒന്ന് എണ്ണീച്ചിട്ട് അതെ ഈ മൈക്കിന്റെ ഇവിടം വരെ, ഈ ക്യാമറ സ്റ്റാൻഡിന്റെ ഇപ്പുറം വരെ ഒന്ന് എല്ലാവരും ഒന്ന് അടുത്തോട്ട് വരുമോ? വേറെ ഒന്നുമല്ല, എനിക്ക് കണ്ണിന് ഇത്തിരി പ്രശ്നമുണ്ട്, അപ്പൊ ദൂരത്തിരിക്കണവരെ കാണാൻ കഴിയില്ല, അതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഒന്ന് അടുത്തോട്ടിരുന്നാൽ ഞാനും ഇരിക്കാൻ പോവാ. മൈക്ക് സെറ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ടോ? മൈക്ക് സെറ്റ് ചെയ്യാൻ മുങ്ങിയ ഒന്ന് കയറിയിരുന്നപ്പ കയറിയിരുന്ന കശയാണ്. മൈക്കിന്റെ ആള് ഇവിടെ ഇല്ല. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാർ. കുഴപ്പമില്ല, ഇരിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സഹിച്ചോളി, വേറെ ഒന്നുമില്ല, എനിക്ക് കാര്യം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. സമയമില്ലേ പ്രസിഡന്റ്? പ്രശ്നമുണ്ടോ? പ്രസിഡന്റ് ഇടക്ക് വാച്ച് നോക്കുമ്പോൾ എനിക്ക് പേടിയാക്കാം. വേറെ പ്രശ്നമുണ്ടോ? പൈസ വേണേ മതി. അല്ലാഹു സ്വീകരിക്കുമാർ. ഞാൻ അങ്കടി മുഖറിൽ ഏകദേശം ഇപ്പോൾ എല്ലാ കൊല്ലം വയതിന് വരുന്നുണ്ട്, അവിടെ ഇവിടെ കേട്ടേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ സദസ്സിനെയൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വേദനിപ്പിക്കുന്ന ചരിത്ര, പൈസ കിട്ടുമ്പോ അള്ളാനെ മറന്നു പോകുന്നവർക്കുള്ള വേദനിപ്പിക്കുന്ന ചരിത്ര. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയാം, എടാ 1 കോടി രൂപ തരാം, ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു ചോദിച്ചാൽ ചില അടക്ക മുതലാളി വന്നിട്ട് ഉസ്താദെ കുറച്ച് പ്രശ്നം, ഉസ്താദ് കിട്ടിയാൽ പോവാ, എന്താ പറയട്ടെ, കുറച്ച് പ്രശ്നത്തിന് ഉസ്താദെ ഞങ്ങൾ പോകാമെന്ന് പറയും. പൈസ കിട്ടിയാലും എന്ത് കിട്ടിയാലും അള്ളാനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. ഈ വന്ന വഴി മറക്കണ ചില ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ അങ്കടി മുകളിൽ പാവപ്പെട്ടവനാ, ഗൾഫിൽ പോയിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി, പിന്നെ ഇവിടെ വന്നിട്ട് കൂളിംഗ് ഗ്ലാസ് ബെൻസ് കാർ വാടകയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെത്തി നടക്കും. ഓന്റെ വിചാരം ഓനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ യൂസുഫ് അലി എന്ന, ഇങ്ങനെ പറഞ്ഞു നടക്കണ ചില ആളുകളുണ്ട്. ഞാൻ പറയാ, വന്ന വഴി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് തരാൻ മാത്രമല്ല എടുക്കാനും അറിയാം, അല്ലെ? അള്ളാഹുവിന് തരാൻ മാത്രമല്ല എടുക്കാനും, അള്ളാഹ്ക്ക് തരാൻ മാത്രമല്ല എടുക്കാനും അറിയാം. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഉസ്താദെ അന്ന് ഒരുപാട് സമ്പത്ത് എന്നല്ലേ ഉസ്താദെ, 1 സെക്കൻഡ് മതി അത് കളയാൻ, ഒരു സെക്കൻഡ് മതി അത് റബ്ബെടുക്കാൻ. അപ്പൊ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത ചില ചങ്ങാതിമാരുണ്ട് നമ്മുടെ നാട്ടില്. എന്നോടൊരു സഹോദരി പറഞ്ഞു, ഉസ്താദെ എന്റെ ഭർത്താവ് 18 കൊല്ലമായിട്ട് പെരുന്നാളിന് മാത്രം ഉസ്താദെ പള്ളിയിൽ പോണേ. എന്താ ആ സഹോദരി എണ്ണി വെച്ചിരിക്കും ഉസ്താദെ, കാരണം കല്യാണം കണ്ട് 18 കൊല്ലായി, 18 കൊല്ലമായിട്ട് പെരുന്നാളിന് മാത്രം ഉസ്താദെ പള്ളിയിൽ പോകും. റമദാനി തറാവീഹിന് പോകൂല്ലേ. ഈ ചങ്ങാതിക്ക് ഒരു കാറുണ്ട് ഉസ്താദെ, ഈ കാറിന്റെ അകത്ത് കയറിയിട്ട് AC ഒന്നും ഇടൂല, ഭയങ്കര പിശുക്കനാ. ഇതിങ്ങനെ തുറന്നിട്ടിട്ട് DJ ഇട്ടിട്ട് പള്ളിയുടെ മുമ്പിൽ കൂടെ തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവ് പോകും ഉസ്താദെ. എന്നൊരു സാധുവായ സഹോദരി. ചില ആളുകൾ അങ്ങനെ പൈസ വരുമ്പോ, വേറെ എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ വരുമ്പോ പടച്ചവനെ മറക്കും. ഞാൻ ചോദിക്കട്ടെ, സന്തോഷവും സങ്കടവും വരുമ്പോ നിങ്ങൾ അൽഹംദുലില്ലാ പറയാറുണ്ട്? സന്തോഷം വരുമ്പോ, ഒരാൾക്ക് ഭാര്യ പ്രസവിച്ചു, അൽഹംദുലില്ലാ. ഒരാളുടെ ഭാര്യ മരിച്ചു, അൽഹംദുലില്ലാ പറയോ? ചില ആളുകൾ ഇപ്പം പറയും. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞങ്ങളുടെ ആലപ്പുഴയില് ഈ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അൽഹംദുലില്ലാ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദുണ്ട്. അൽഹംദുലില്ലാ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദ് അങ്ങനെ പറയാൻ കാരണം എന്താ? ആ ഉസ്താദിന്റെ അടുത്ത് ആര് വന്ന് എന്ത് ചോദിച്ചാലും ഉസ്താദ് പറയണത് അൽഹംദുലില്ലാ എന്നാ. ഉസ്താദെ ഭാര്യ പ്രസവിച്ചു, അൽഹംദുലില്ലാ. ഉസ്താദെ മക്കള് ജോലിയൊക്കെ റെഡിയായി, അൽഹംദുലില്ലാ. ഉസ്താദെ ബിസിനസ് ഭയങ്കര ലാഭം ഉസ്താദെ, അൽഹംദുലില്ലാ.
പള്ളിയുടെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഉമ്മ മരിച്ചു. അപ്പോഴും പറഞ്ഞു ഒച്ചത്തിൽ അൽഹംദുലില്ലാ. ജോലിയും പോയി, വീടും പോയി, എല്ലാം പോയി. അപ്പൊ അൽഹംദുലില്ലാ പറയുമ്പോ ചില സന്ദർഭം നമ്മൾ നോക്കണം. അൽഹംദുലില്ലാ പറയുമ്പോ ചില സന്ദർഭം നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റിയുടെ അടുത്തൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം പള്ളി കമ്മിറ്റിക്കാരെ. 3 കൊല്ലം കൊണ്ട് 5 പള്ളി അയക്കണം. അള്ളാഹു നമ്മുടെ ജോലിയിലൊക്കെ അള്ളാഹു ബറക്കത്ത് എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. കാരണം വേറൊന്നുമല്ല, എനിക്ക് 1 കൊല്ലാണ് ഒരു പള്ളിയിൽ ചാൻസ് ഉണ്ടാകുക, അതിനപ്പുറം ഉണ്ടാവില്ല. അതിനും എൻ്റെ സ്വഭാവം ഒരു മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓരോ സ്വഭാവം ഞാനും നല്ല ആൾക്കാരാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആ സ്നേഹം എന്താ അള്ളാഹു എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില കമ്മിറ്റിക്കാർ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്രസിഡന്റ് അടുത്ത് ചോദിച്ചപ്പോൾ മൂപ്പർ ഒരുപാട് വികസന കാര്യങ്ങളാണ് പറയണം. അത് ചെയ്യണം ഉസ്താദ്, ഇത് ചെയ്യണം ഉസ്താദ്, പൈസ ഉണ്ടോ? അത് ഉസ്താദ് എന്നാൽ അത് ചെയ്യണം ഉസ്താദ്, ഇത് ചെയ്യണം ഉസ്താദൊക്കെ പൈസ ഉണ്ടോ? ഇല്ല, പക്ഷെ ആഗ്രഹമുണ്ട്. കുറച്ച് നടത്തി കൊടുക്കൂലേ? നടത്തി കൊടുക്കും. ചില കമ്മിറ്റിക്കാരുണ്ട്, പൈസ ഉണ്ടോ? ഉണ്ട്. വികസനം ഉണ്ടോ? ഇല്ല. പോക്കറ്റിക്കാ പൈസ വേണം. അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ വയനാട്ടിലൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർ വന്നിട്ട് എന്നോട് പരാതി പറഞ്ഞു, ഉസ്താദേ ഇവിടെ 12 കൊല്ലമായിട്ട് വാങ്ങ് നടത്താം, 12 കൊല്ലമായിട്ട് വാങ്ങ് നടത്താം. എന്നുവെച്ചാൽ എന്തിനാ വാങ്ങ് നടത്തണേ? കസേരക്ക് പിരിക്കുക ഉസ്താദേ. കസേര വന്നോ? കസേര വന്നിട്ട് ഉസ്താദേ പൈസ പിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വല്ലാത്ത സന്തോഷം. അല്ലെ, ഹക്കീമായിട്ട് ഒരു 5 മാസം മുമ്പാന്ന് തോന്നുന്നു ഇവിടെ വന്നത്. വന്നപ്പോ ഈ ഷീറ്റ് ഇട്ടിട്ടില്ല. ഇതിപ്പോ ഇട്ടിട്ട് എത്രയായി? ഈ ഷീറ്റ് ഇട്ടിട്ട് എത്ര അല്ലേ? 2 മാസമായിട്ടുള്ളൂ. ഭയങ്കര പെട്ടെന്നാ ചെയ്തത്. അൽഹംദുലില്ലാ. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ല, നിങ്ങൾ ഈ പ്രസിഡന്റ് പോക്കറ്റിൽ നിന്ന് പൈസ ഇട്ടിട്ടാ ഇതൊക്കെ ചെയ്തേ? അല്ല, നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും ചേർത്തു വെച്ചിട്ടാണ് അൽഹംദുലില്ലാ ഇവിടെ ഈ മനോഹരമാകുന്ന ഈ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോ അള്ളാനെ മറക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ ചരിത്രം കേട്ടോ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ജിബ്രീലുമായിട്ടതാ ഇസ്രാ മിഅ്റാജ് യാത്രയിലുണ്ടല്ലോ, കടന്നു പോകുകയാ, യാത്ര ചെയ്യുകയാ. ജിബ്രീലുമായിട്ട് കടന്നു പോകുമ്പോ പടച്ചവനെ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, ഒരു സ്ഥലം ുമ്പോ ഒരു സുഗന്ധമത അനുഭവിക്കുകയാ, സുഗന്ധമത ആസ്വദിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് ജിബ്രീലിനോട് ചോദിക്കുകയാ, ജിബ്രീലേ ഇതെവിടെന്നാണ് സുഗന്ധം ജിബ്രീലേ, ഇതെവിടെന്നാണ് സുഗന്ധം ജിബ്രീലേ? ലോകത്തിന്റെ പ്രവാചകനോട് ജിബ്രീലതാ പറയുകയാ, ഇതാരുടെതെന്നറിയോ? ഇതെവിടെന്നറിയോ? ഇത് മാഷിത ബീവിയുടെ ഖബറാണ് നബിയേ, ഇത് മാഷിത ബീവിയുടെ ഖബറാണ് നബിയേ, ഇത് മാഷിത ബീവിയുടെ 3 മക്കളുടെ ഖബറാണ് നബിയേ. ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, ജിബ്രീലിനോട് ചോദിക്കുകയാ, ഇതാരാണ് ജിബ്രീലേ? മാഷിത എന്ന് പറയുന്നത് ആരാണ് ജിബ്രീലേ? ലോകത്തിന്റെ പ്രവാചകനോട് ജിബ്രീലതാ പറയുകയാ, മാഷിത ബീവിയാരാ, മാഷിത ബീവിയാരാ? കാസർഗോഡിന്റെ പരിസരത്തിലൂടെ പർദ്ദ ധരിക്കാതെ, തലമറക്കാതെ, മുഖം മറക്കാതെ, ക്രീമിട്ടുകൊണ്ട്, മേക്കപ്പ് ഇട്ടുകൊണ്ട് അങ്കിടി മുഖറിന്റെ പരിസരത്തിലൂടെ നടക്കുന്ന പെണ്ണേ, മാഷിത ബീവിയാരാ? മാഷിത ബീവിയാരാ? പടച്ചവനെ, റിയാലിറ്റി ഷോ ഉണ്ടല്ലോ, ഗാനമേളയുണ്ടല്ലോ, പടച്ചവനെ എല്ലാം ടിവിയിലൂടെ കാണുന്ന എന്റെ പ്രിയമുള്ള പെങ്ങന്മാരോട് പറയുകയാ, മാഷിത ബീവിയുടെ ചരിത്രം പറയുമ്പോ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് ഒരാവേശം കടന്നു വരേണ്ടതാ. നാദാ, മാഷിത ബീവിയുടെ പൊരുത്തങ്ങളോ തരണ അല്ലാ, കബൂലാക്കണ അല്ലാ. ആദരവാകുന്ന പ്രവാചകനോട് ജിബ്രീലതാ പറയുകയാ, മാഷിത എന്ന് പറയുന്നത് അന റബ്ബുകുമുൽ അഅ്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഫിർഔനിന്റെ വീട്ടിലെ, തമ്മാടിയുടെ വീട്ടിലെ വേലക്കാരിയാ. മാഷിത എന്ന് പറയുന്നത് ഫിർഔൻ എന്ന് പറയുന്ന അന റബ്ബുകുമുൽ അഅ്ലാ, ഞാൻ റബ്ബാണോ, ഞാൻ പടച്ചവനാണോ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന
ഫിർഔൻ എന്ന് പറയുന്ന തെമ്മാടിയുടെ വീട്ടിലെ വേലക്കാരിയാ മൂസ നബി ഉണ്ടല്ലോ, മൂസ നബി എന്ന് പറയുന്ന പ്രവാചകനുണ്ടല്ലോ, മാഷിത ബീവിയോട് പറയുകയാ, മാഷിത എന്ത് തുടങ്ങിയാൽ എന്ത് ആരംഭിച്ചാൽ പറയേണ്ട വാക്കേതാ? ബിസ്മില്ലാ. മൂസ നബി ഫിർഔനിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന മാഷിത ബീവിയോട് പറഞ്ഞു, മാഷിത എന്ത് തുടങ്ങിയാലും ആരംഭിക്കേണ്ടത് എന്തുകൊണ്ടാ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. എന്ത് തുടങ്ങിയാലും ആരംഭിക്കേണ്ടത് ബിസ്മില്ല എന്ന് പറയുന്ന വാക്യം കൊണ്ടാണ്, അല്ലെ? നമ്മൾ വണ്ടി എടുക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് വണ്ടി എടുക്കണം. നമ്മള് കച്ചവടം തുടങ്ങുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് കച്ചവടം ചെയ്യണം. നമ്മള് യാത്ര ചെയ്യുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് യാത്ര ചെയ്യണം. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് യാത്ര പോകണം. നമ്മൾ ഒരു പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം? തുടങ്ങണം. അതിൽ ബറക്കത്തുണ്ടെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇനി പലിശ കച്ചവടക്കാര്, കള്ളുകുടിയന്മാര് ബിസ്മിയിലിട്ട് കള്ളു കുടിച്ച ബർക്കത്ത് ഉണ്ടാവോ? ഉണ്ടാവൂല. സിഗരറ്റ് വലിക്കണ ചങ്ങാതിമാര് ഈ സിഗരറ്റ് വലിക്കുമ്പോ ബിസ്മിയിലിട്ട് സിഗരറ്റ് വലിച്ച ബർക്കത്ത് ഉണ്ടാവോ? ഉണ്ടാകൂല. അല്ലാഹു കാത്തിരിക്കട്ടെ. ബഹുമാനപ്പെട്ട മൂസ നബി മാഷിത ബീവിയോട് പറഞ്ഞു, മാഷിത എന്ത് തുടങ്ങിയാലും ബിസ്മി ചൊല്ലണം. എന്ത് തുടങ്ങിയാലും ബിസ്മി ചൊല്ലണം. അങ്ങനെ അതാ മാഷിത ബീവി റളിയല്ലാഹു അൻഹാ മൂസ നബിയുടെ വീട്ടിലതാ ജോലി എടുക്കുകയാ. മൂസ നബിയുടെ ഫിർഔനിന്റെ വീട്ടിലുണ്ടല്ലോ പടച്ചവനെ മാഷിത ബീവി ഉണ്ടല്ലോ ജോലി എടുക്കുകയാ. ഫിർഔനിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ തലയിലെ മുടിയുണ്ടല്ലോ മാഷിത ബീവി എന്റെ പ്രിയമുള്ളവര് ഈരി കൊടുക്കാൻ പോകുമ്പോ മാഷിത ബീവി പറയുകയാ, ബിസ്മില്ലാ. മാഷിത ബീവി പറഞ്ഞു ബിസ്മില്ല. എന്താണ് ബിസ്മില്ല? ഇതാര് കേട്ടു? ഈ ഫിർഔനിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കേട്ടു. ഫിർഔൻ എന്ന് പറയുന്ന അന റബ്ബുക്കും ലഅല, ഞാനാണോ റബ്ബ് എന്ന് പറയുന്ന, ഞാനാണോ അല്ല എന്ന് പറയുന്ന ഫിർഔനിന്റെ ചാരത്ത് എന്നിട്ട് പറഞ്ഞു, വാപ്പാ നമ്മുടെ വീട്ടിലെ വേലക്കാരിയാകുന്ന മാഷിത ബിസ്മില്ല അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, ഇസ്ലാം മതത്തിലേക്ക് കടന്നുപോയിട്ടുണ്ട് എന്നാര് പറഞ്ഞു? ഫിർഔനിന്റെ പൊന്നുമോള് ചെന്നിട്ട് ഫിർഔനോട് പറഞ്ഞു. ഫിർഔന് കലിയിളകി. പടച്ചവനെ, ഫിർഔന് മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് യോഗം കൂട്ടി. പുറത്തിറങ്ങാൻ നാണക്കേടാ. പുറത്തൊക്കെ അറിഞ്ഞു തുടങ്ങി. എങ്ങനെയെങ്കിലും മാഷിത എന്ത് ചെയ്യണം? മുസ്ലിമിൽ നിന്ന് പുറത്താക്കണം, ഇസ്ലാമിൽ നിന്ന് പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. മാഷിത ബീവി റളിയല്ലാഹു അൻഹയോട് ഫിർഔനും കൂട്ടാളികൾ ചോദിച്ചു, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയോ? മാഷിത ബീവി പറഞ്ഞു, ഇല്ല. അവസാനം എന്റെ പ്രിയമുള്ളവരെ മാഷിത ബീവിയെ അല്ലാഹുവേ മരുഭൂമിയിലേക്ക് കൊണ്ടുവരികയാ. ഒരു വേദനിപ്പിക്കുന്ന ചരിത്രമാണ് ചെറുപ്പക്കാരാ, ഒരു വേദനിപ്പിക്കുന്ന ചരിത്രമാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവേ മാഷിത ബീവിയുടെ പൊരുത്തം തരണേ അല്ലാ. മാഷിത ബീവിയെ കൊണ്ടുവരികയാ. ഫിർഔന് മാഷിത ബീവിയോട് ചോദിക്കുകയാ, മാഷിത ഇസ്ലാമിൽ നിന്ന് പുറത്തു വരുമോ? മാഷിത ബീവി പറയുകയാ, ഇല്ല ഫിർഔനെ, ഞാൻ വരൂല ഫിർഔനെ, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല എന്നെ പ്രിയമുള്ളവരെ പറയുകയാ. അല്ലാഹുവേ മാഷിത ബീവിയുടെ മുമ്പിലേക്കുണ്ടല്ലോ ഒരു തിളച്ച എണ്ണ കൊണ്ടുവരികയാ. എന്നിട്ടതാ കത്തിക്കുകയാ. എന്നിട്ടാ മാഷിത ബീവിയോട് ചോദിക്കുകയാ, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുമോ? ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുമോ? മാഷിത ബീവി പറയുകയാ, ഇല്ല. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഈ മാഷിതയുണ്ടല്ലോ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല ഫിർഔനെ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ ഫിർഔനതാ മാഷിത ബീവിയോട് പറയുകയാ, ഇത് നിനക്കല്ല മാഷിത, ഈ എണ്ണയുണ്ടല്ലോ നിനക്കല്ല മാഷിത. മാഷിത ബീവിയുടെ 7 വയസ്സുള്ള പൊന്നുമോൾ, അല്ലാഹുവേ മാഷിത ബീവിയുടെ 7 വയസ്സുള്ള
വയസ്സുള്ള പൊന്നുമോള് എണ്ണയുടെ ചാരത്തേക്ക് കൊണ്ടുവരികയാ. എന്നിട്ടതാ എണ്ണയിലേക്ക് വലിച്ചെറിയാൻ പോകുകയാ. എണ്ണയിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് മാഷിത ബീവിയോട് ഫിർഔൻ ചോദിക്കുകയാ, മാഷിത ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുമോ? മാഷിത ബീവി പറയുകയാ, ഇല്ല ഫിർഔനെ, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല. ഫിർഔൻ പറയുകയാ, നിന്റെ 7 വയസ്സുള്ള പൊന്നുമോളയുണ്ടല്ലോ, മഅദല്ലാഹ് എണ്ണയിലേക്ക് വലിച്ചെറിയുന്നതാ. ആ സമയത്ത് മാഷിത ബീവി പറയുകയാ, ഇല്ല 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 ഇല്ല, ഇസ്ലാമിൽ നിന്ന് കടന്നു വരൂല. പടച്ചവരെ, 7 വയസ്സുള്ള പൊന്നുമോള് ഫിർഔൻ എന്ന് പറയുന്ന തെമ്മാടിയുണ്ടല്ലോ, പടച്ചവനെ എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. മാഷിത ബീവിയുടെ 7 വയസ്സുള്ള പൊന്നുമോളുണ്ടല്ലോ, പടച്ചവനെ ചീനച്ചട്ടിയിൽ കിടന്നുകൊണ്ട്, എണ്ണയിൽ കിടന്നുകൊണ്ട്, കരിഞ്ഞുകൊണ്ട് ഉമ്മാ ഉമ്മ എന്ന് നിലവിളിക്കുമ്പോ മാഷിത ബീവി അതാ കരയുകയാ, നിലവിളിക്കുകയാ. മാഷിത ബീവിയുടെ 2ാമത്തെ മോളെ കൊണ്ടുവരികയാ. എന്നിട്ട് മാഷിത ബീവിയുടെ മുമ്പിൽ വെച്ച് ചോദിക്കുകയാ, മാഷിത ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുമോ? മാഷിത ബീവി പറയുകയാ, ഇല്ല ഫിർഔനെ, കടന്നു വരൂല, പുറത്തേക്ക് വരൂല. മാഷിത ബീവിയുടെ 2ാമത്തെ തങ്കക്കുടത്തിനെയുണ്ടല്ലോ, പടച്ചവനെ എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. പടച്ചവരെ, എണ്ണയിൽ കിടന്നുകൊണ്ട് കരിയുകയോ, ഉമ്മ ഉമ്മ നിലവിളിക്കുമ്പോ മാഷിത ബീവി കരയുകയോ, മാഷിത ബീവി നിലവിളിക്കുകയാ. മാഷിത ബീവി അതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, ആരെല്ലാം എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ വലിച്ചെറിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല. ഫിർഔന് കലിപുരടുകയാ. ഫിർഔനതാ മാഷിത ബീവിയുടെ 7 വയസ്സുള്ള പൊന്നുമോൻ എടുക്കുകയാ. പടച്ചവനെ എണ്ണയുടെ ചാരത്തേക്ക് കൊണ്ടുവരികയാ. മുലപ്പാല് കുടിക്കുന്ന പ്രായമുള്ള മോനാ. പടച്ചവരെ, മാഷിത ബീവിയുടെ ഒക്കത്തിരുന്നു കൊണ്ട് താരാട്ടുപാട്ട് കേട്ടുകൊണ്ട് ഉറങ്ങുന്ന പ്രിയപ്പെട്ട പൊന്നുമോനാ. മാഷിത ബീവിയുടെ കൽബ് പടയുകയാ. മാഷിത ബീവി നോക്കുമ്പോ എണ്ണയുടെ ചാരത്ത് ഫിർഔൻ ഇങ്ങനെ പ്രിയപ്പെട്ട പൊന്നുമോൻ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാ. മാഷിത ബീവിയോട് ഫിർഔൻ ചോദിക്കുകയാ, മാഷിത ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുമോ? മാഷിത ബീവി പറയുകയാ, ഇല്ലടാ, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല. പടച്ചവരെ, മാഷിത ബീവി പറയുമ്പോ സുബ്ഹാനല്ലാഹ്, 7 മാസമുള്ള തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ നീചനുണ്ടല്ലോ, എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. പടച്ചവരെ, ആ ചെറിയ പൊന്നുമോൻ ഇങ്ങനെ കരയുകയാ. ആ പൊന്നുമോന് നിലവിളിക്കുകയാ. മാഷിത ബീവി കരയുകയോ, മാഷിത ബീവി നിലവിളിക്കുകയോ, ഫിർഔനിന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാ, ഇല്ലടാ, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂലടാ. എന്നെ മക്കളെ കത്തിച്ചാൽ, എന്നെ മക്കളെ നീ നശിപ്പിച്ചാൽ, എന്നെ മക്കളെ നീ എണ്ണയിലിട്ട് കരിച്ചു കളഞ്ഞാൽ ഈ മാഷിതയുണ്ടല്ലോ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല. മാഷിതയതാ ഫിർഔനിന്റെ മുമ്പിൽ വാശി പിടിക്കുമ്പോ ഫിർഔൻ പറയുകയാ, സമ്മതിച്ചു മാഷിത, സമ്മതിച്ചു മാഷിത, നിന്റെ ഈമാനിന്റെ മുമ്പിൽ ഈ ഫിർഔനുണ്ടല്ലോ തോറ്റുപോയി. മാഷിത മാഷിത ബീവിയെ വലിച്ചെറിയുകയാ. പടച്ചവരെ, എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. മാഷിത ബീവി ഉണ്ടല്ലോ എണ്ണയിൽ കിടന്നുകൊണ്ട് പടച്ചവനെ കരിഞ്ഞ് ചാരമായി പോയെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ എന്തിനാ പറഞ്ഞത്, എന്തിനാ പറഞ്ഞത്? ഗൾഫിൽ പോയിട്ട്, വിദേശ രാജ്യത്ത് പോയിട്ട് പടച്ചു പൈസ ഉണ്ടാക്കുമ്പോ, കുറച്ച് സമ്പത്തുണ്ടാക്കുമ്പോ അങ്ങടി മുകളിലെ പള്ളി വേണ്ട, കമ്പാറിലെ പള്ളി വേണ്ട, ദീന് വേണ്ടോ, ദറസ് വേണ്ടോ, ഉസ്താദ് വേണ്ടോ, കമ്മറ്റി വേണ്ടോ, മറ്റുള്ള ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കടന്നു വന്നാൽ അല്ലാഹ്
അല്ല എന്ന് പറയുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ, ഏക ഇലാഹായ പടച്ച തമ്പുരാനുണ്ടല്ലോ, ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. മാഷിത്ത ബീവിയെയും മാഷിത്ത ബീവിയുടെ പ്രിയപ്പെട്ട 3 മക്കളെയും എണ്ണയിലിട്ട് കരിച്ചു കളഞ്ഞു. പക്ഷേ മാഷിത്ത ബീവി ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വന്നില്ലെന്ന് പറയുമ്പോ ഞാൻ പറയാ, 10 പൈസ ഉണ്ടാക്കുമ്പോ പിന്നെ കമ്പാറിലെ പള്ളി നമുക്ക് വേണ്ട, 10 പൈസ ഉണ്ടാക്കുമ്പോ അങ്കടി മുഖറിലെ പള്ളി നമുക്ക് വേണ്ട. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കടന്നു വരാൻ പാടില്ല. അള്ളാഹുവിന്റെ തൃപ്തിയിൽ ആര് എന്ത് ചെയ്താലും അൽഹംദുലില്ലാ അവർക്ക്